ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡ് ബജ്ജിയാട്ടോ. ഇത് വളരെ വേഗത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ബജ്ജി ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോന് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 സ്പൂണ് കായപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് നമ്മുടെ ഇഡ്ഡലി ദോശ ബാറ്ററില്ലേ അത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ സമയത്ത് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിരുന്നു. അത് എന്തായാലും ചേർക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ബജ്ജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണേ. കണ്ടോ, ഇതുപോലെ വേണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കാനായിട്ട് കേട്ടോ. ഞാൻ ഉപ്പിടാൻ വിട്ടുപോയേ, അതുകൊണ്ടൊരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ മാവിന്. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ സൈഡ് വശമില്ലേ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു കോൺ ഷേപ്പിൽ വേണം കേട്ടോ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതെല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഒന്ന് മാവിൽ ഡിപ്പ് ചെയ്തെടുക്കുക. പതുക്കെ മുക്കണേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും കോട്ടിങ് ആക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ ബ്രെഡായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടുന്ന സമയത്തൊന്ന് സിമ്മിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. 2-3 ബ്രെഡ് മാത്രം ഇട്ടാൽ മതിയാകും. ഏകദേശം ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ അങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ്ടോ, പതുക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് സിമ്മിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം വെന്ത് വരുമ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് നടുവശം പൊങ്ങി വരും കേട്ടോ നമ്മുടെ ബജ്ജി. ഈ ഒരു പരുവാകണം കേട്ടോ. അപ്പോഴാട്ടോ നല്ല പോലെ ഉള്ളൊക്കെ വെന്ത് കിട്ടുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. 2 വശവും നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ. ഇതാണ്ടോ, നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ട് നമ്മുടെ ബജ്ജി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. ഇതാണ്ടോ, വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ബജ്ജി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതാണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബജ്ജി. ഇതുപോലെ നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നല്ലൊരു എരിവും മധുരമൊക്കെ ചേർന്നൊരു കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ പഴംപൊരിയും ബീഫൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അതാട്ടോ ഈ ഒരു ബജ്ജി കഴിച്ചാൽ കിട്ടുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബജ്ജി കേട്ടോ.